ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മളിത് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. ഇത് 3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം. ഇതിലേക്ക് 300 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശർക്കര ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയുടെ കട്ടയെല്ലാം മാറി നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഈ അരിയിട്ട് കൊടുത്ത് അതിൽ കൂടെ ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരിതരിയായിട്ട് രീതിയിൽ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയ്ക്കേണ്ട കാര്യമില്ല. കുഴമ്പ് രൂപത്തിൽ പേസ്റ്റാക്കി അരയ്ക്കേണ്ട കാര്യമില്ല. ചെറിയതായിട്ടൊരു തരിതരിപ്പ് വേണം. എന്നാലേ നമ്മുടെ റവയില്ലേ, റവയുടെ ചെറിയൊരു തരിപ്പുണ്ടല്ലോ, അതുപോലെ ചെറിയൊരു തരിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കുറച്ച് ഇതായിട്ടിരിക്കും. മറ്റേ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാനി തണുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്കിൻ്റെ ഇതില്ലേ ചൂട്, അത്രയും ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് വീഴ്ത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു പകുതിയോളം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പഴം കൂടെ ചേർക്കണം. അപ്പോൾ ഇത്രയും ശർക്കര ലായനി നേരത്തെ അരിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. ഇത്രയും മാറ്റി വെച്ചിരിക്കുന്നതിന് കാരണം നമ്മൾ പിന്നീട് നമുക്ക് കട്ടിയായിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ നമ്മൾ 5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ വെള്ളത്തിന് പകരം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ശർക്കര പാനി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാളയംതോടൻ പഴമാണ്. വേറെ ഒരു പഴവും ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇത് പുളിച്ച് വരത്തില്ല. അതിന് പകരം പാളയംതോടൻ പഴം തന്നെ ഉണ്ണിയപ്പത്തിന് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതായിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. പഴവും അരിയും ശർക്കരയും ഏലക്കയുമാണ്. ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. ഇത്രയും ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 4-5 മണിക്കൂർ സമയത്തേക്ക് അടച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് തേങ്ങ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തേങ്ങ എടുത്തപ്പോൾ നല്ല മൂത്ത തേങ്ങ നോക്കിയാണ് പൊതിച്ചെടുത്തത്. അപ്പോൾ ഇത് നോക്കി ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ കൊട്ടത്തേങ്ങ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ആ കൊട്ടത്തേങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് കോരാം. അപ്പോൾ വേറൊരു ചട്ടി വെക്കുന്നതിനേക്കാളും നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി തന്നെയാണ് വറുത്തെടുക്കാൻ ഞാൻ നോക്കിയത്. കാരണം ചെറിയൊരു മടിയുണ്ടേ. വേറൊരു പാത്രത്തിൽ വയ്ക്കുന്നതിനേക്കാളും ഈ ഉണ്ണിയപ്പ ചട്ടി എന്തായാലും ചൂടാക്കിയാണല്ലോ. അപ്പോൾ അതിൽ വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. വേറൊരു പാനിൽ വെച്ച് ചൂടാക്കി എടുത്താലും ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പ പാത്രത്തിൽ, ഇതൊരു ഉണ്ണിയപ്പ ചട്ടിയല്ല, ഉണ്ണിയപ്പ പാനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. ആവശ്യത്തിന് തേങ്ങ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സമയത്താണ് ഈ തേങ്ങ വറുത്ത് കോരിയത്. അപ്പോൾ ഇത് കലക്കി വെച്ച ഉണ്ണിയപ്പ മാവിലേക്ക് ഈ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉണ്ണിയപ്പ പാനിലോട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒഴിക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യിൽ വറുത്ത് കോരാം. അതാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ അമ്പലങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നെയ്യിൽ വറുത്ത ഉണ്ണിയപ്പമാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാകുന്നത് അല്ലേ. അതുപോലെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ട് ചെയ്യാം. ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ചെയ്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഒഴിക്കുകയാണ്. 7 ഉണ്ണിയപ്പമാണ് ഈ പാനിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ എണ്ണ പിടിക്കും. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, അകം വേവാതെ വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പം ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിടണം. 2 സൈഡും വേവിച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം മാറ്റാം. 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉണ്ണിയപ്പമായിട്ട് മാറ്റിയെടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമായിട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടും അകം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പഴം ചേർക്കുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് വന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഉണ്ണിയപ്പം. അപ്പോൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പൂർണ്ണമായും നെയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഞാനിത് വെളിച്ചെണ്ണയിലും നെയ്യിലുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഫുൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.